നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമസ്കാരം മക്കളെ. ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സൂപ്പർ നോട്ട്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞാലും അപ്പൊ നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് സൂപ്പർ നോട്ട്സ്, എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതെല്ലാം നിങ്ങൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മുടെ വിഷൻ എന്താണ്, മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ ഇതുവരെയുള്ള ഗ്രോത്ത് എങ്ങനെയാണ്, നമ്മുടെ ബാച്ചസ് എന്തൊക്കെയാണ്, എത്ര പിള്ളേരുണ്ട്, അതൊക്കെ നിങ്ങൾ അറിയാനായിട്ട് കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ താഴെ നമ്മുടെയൊക്കെ കമന്റ് ബോക്സിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ഓപ്പൺ ചാറ്റ് പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ വിഷൻ എന്താണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എല്ലാവരുടെയും പ്ലസ്, ഞാൻ കൂടുതലും പ്ലസ് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഞാൻ മൈനസ് ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം ഒന്ന് മാറി ചിന്തിച്ച് എങ്ങനെ നമുക്ക് റിസൾട്ട് കുറച്ചും കൂടെ കിട്ടുന്ന, ഒരു കുട്ടിക്ക് പെട്ടെന്ന് റാങ്ക് മേടിക്കാൻ പറ്റുന്ന റിസൾട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ഡ്രീം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ഡ്രീം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്കൊരു യൂട്യൂബ് ചാനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സൂപ്പർ നോട്ട്സിന്റെ ആദ്യത്തെ ഒരു തോട്ട്. അങ്ങനെ നമ്മൾ സൂപ്പർ നോട്ട്സ് എന്നൊരു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് തന്നായിരുന്നു. അത് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരോടും ഞാൻ ഒരു താങ്ക്സ് പറയണം. അപ്പോൾ ആദ്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു, വ്യൂസ് നന്നായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻസിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാൻ ആദ്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ PSC പഠിക്കുന്ന പിള്ളേർക്ക് SSC കുറിച്ച് അതേപോലെ RRB കുറിച്ച് വലിയൊരു അറിവില്ല. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അവര് എക്സാംസിന് എന്ത് ചെയ്യുന്നില്ല, അപ്ലൈ ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നത്, NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തായി. അപ്പൊ അതേസമയം എനിക്ക് ആ മേഖലയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. റെയിൽവേ എക്സാംസ്, SSC എക്സാംസ് എന്ന് വെച്ചാൽ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും എത്ര ഇത് പോയി, എത്ര അഡ്വൈസ് പോയി, എന്തൊക്കെയാണ് ഓരോ ലെവൽ ഓഫ് എക്സാംസ് വരുന്നത്, ഏതൊക്കെ ട്രേഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല അറിവുണ്ട്. അപ്പോൾ ആ സെഷൻസ് ആണ് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ഷോ നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിന് താഴെ നല്ല റെസ്പോൺസ് ആയിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചു. ഡൗട്ട്സിന്റെ താഴെ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു. എല്ലാവരും കുറെ പേര് എന്നെ വിളിച്ചായിരുന്നു, അവർക്കെല്ലാം നന്നായിട്ട് സോൾവ് ചെയ്ത് കൊടുത്തായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ. കാര്യം അറിയത്തില്ല, PSC പഠിക്കുന്ന പിള്ളേരാണ്, അവർക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെ അറിയിക്കുക. അതായത് PSC മാത്രമല്ല ഇവിടെ കേരളത്തിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ദെൻ റെയിൽവേ ഉണ്ട്, ദെൻ അത് കഴിഞ്ഞ് SSC ഉണ്ട്. പ്രത്യേകിച്ച് റെയിൽവേയുടെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ 5 വർഷത്തിനൊക്കെ ശേഷമാണ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യാം, മറ്റിലേക്കും കൂടെ ഒന്ന് കൊണ്ടുവരിക, ആ എക്സാം മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പൊ PSC റെയിൽവേ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ജോലി കിട്ടുന്നത് റെയിൽവേക്ക് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ എല്ലാ എക്സാമും നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പൊ ഞാൻ ഒന്നിനെയും മോശം പറയുന്നോ നല്ലത് പറയുന്നോ ഒന്നുമല്ല, ഓരോന്നിനും ഓരോ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ഫസ്റ്റ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് എല്ലാവരും അറിയണം, റെയിൽവേ എക്സാംസിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് എക്സാം നടക്കുന്നു, വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വരുന്നു, അഡ്വൈസ് നടക്കുന്നു, എല്ലാം നടക്കുന്നു. പക്ഷെ ഇപ്പൊ ഒരു PSC എക്സാം ആണെങ്കിൽ, ഞാനിപ്പോ LDCയുടെ കേസ് തന്നെ എടുക്കുകയാണ്. ഇപ്പൊ LDCയുടെ കേസ് എടുക്കുമ്പോൾ അവിടെ 2023 നോട്ടിഫിക്കേഷൻ വന്നത്. 2024 അതിന്റെ എക്സാം നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2025 അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആദ്യം വരും. അത് കഴിഞ്ഞ് 2025 ഒരു ഓഗസ്റ്റ് 1 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ മുതൽ റാങ്ക് ലിസ്റ്റ് വരെ ഒരു 2 വർഷം നീണ്ട ഒരു പ്രോസസ്സാണ്. മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റിന് 2025 മുതൽ 2028 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അതായത് അവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് 2023 ടു 2028, 5 വർഷം നീണ്ട പ്രോസസ്സാണ്. അതാണ് PSCയുടെ ഒരു ഡ്രോബാക്ക്. പക്ഷെ റെയിൽവേ ആകുമ്പോൾ എന്താണ്, വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നു, വളരെ പെട്ടെന്ന് അഡ്വൈസ് നടക്കുന്നു. അപ്പൊ ഇത് എനിക്ക് എല്ലാവരിലേക്കും എന്ത് ചെയ്യും, ഒന്നെത്തിക്കുക. അതായിരുന്നു നമ്മുടെ ചാനലിന്റെ ഒരു ഫസ്റ്റ് ലക്ഷ്യം. ഇപ്പൊ റെയിൽവേയുടെ എല്ലാ മൈന്യൂട്ടായ ഡീറ്റെയിൽസ് പോലുള്ള ഷോസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തോട്ടെ, അത് ഞാൻ താങ്ക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പോഴും നമ്മുടെ ചാനൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വ്യൂസ് ഉള്ളത് റെയിൽവേ ആണ്, ഏറ്റവും കമന്റ്സ് ഉള്ളത് റെയിൽവേ ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആദ്യം സൂപ്പർ നോട്ട്സ് അറിയപ്പെട്ടത് തന്നെ എന്തായിരിക്കും, ഒരു റെയിൽവേക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ആയിരിക്കും അറിയപ്പെട്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് എന്ത് ചെയ്തത്, ഫുൾ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പം ഒരു ഘട്ടമായപ്പോൾ ഒരുപാട് പേര് താഴെ കമന്റ്സ് തുടങ്ങിയായിരുന്നു, സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, PSCയുടെ മാത്രമല്ല റെയിൽവേയുടെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, NTPC ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ പറ്റുന്ന പോലെ എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കമന്റ്സ് വന്നായിരുന്നു. അപ്പോ ഞാൻ ആലോചിച്ചു, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, കുട്ടിയെ കൂടുതൽ ഓണസ്റ്റ് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഈ സെഷൻ വളരെ ഓണസ്റ്റ് ആണ്, റോ ആണ് കേട്ടോ, നിങ്ങൾ അങ്ങനെ കാണാം. ഓക്കെ, അപ്പോ ഞാൻ ആക്ച്വലി ഒരു ജോഗ്രഫി ഫാക്കൽറ്റിയാണ്. അപ്പൊ ഞാൻ
മറ്റൊരു വിഷയം എടുത്താലും, ഇപ്പൊ മാത്സ് എടുത്താലും റീസണിങ് എടുത്താലും ചിലപ്പോൾ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും, പക്ഷെ ഒരു ബെസ്റ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ പൊളിറ്റി എടുക്കുകയാണെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കി, ഞാൻ പഠിച്ചൊരു കുട്ടി, ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ, ഒരിക്കലും ഒരു ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കൊടുക്കാൻ പറ്റത്തില്ല. അതേസമയം ജോഗ്രഫി മാത്രമാണെങ്കിൽ ഓക്കെ, എനിക്ക് ഉറപ്പാണ് ജോഗ്രഫി എനിക്ക് ഏറ്റവും നല്ല കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ NDPS റെയിൽവേ എക്സാമിന് ജോഗ്രഫി മാത്രമല്ല, ഇത്രയും വിഷയങ്ങൾ കിടപ്പുണ്ട്. ജോഗ്രഫിയൊക്കെ വളരെ കുറച്ച് മാത്രം അതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അവിടെ മാത്സിന് നല്ല ക്ലാസ് കൊടുക്കണം, റീസണിങ് നല്ല ക്ലാസ് കൊടുക്കണം, പിന്നെ അത് കണക്ക് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് നല്ല ക്ലാസ് കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ് എന്നൊരു പ്ലാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ ജോഗ്രഫി കണ്ടന്റ്സ് അതിനകത്ത് ഇട്ടു തുടങ്ങി. പക്ഷെ എല്ലാം കൊടുക്കണമല്ലോ. അപ്പൊ പിന്നെയും ബാച്ച് തുടങ്ങുന്നുണ്ടോ, കമന്റ്സ് ഒക്കെ. അപ്പോ ഞാൻ വിചാരിച്ചത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരിക്കലും ആരും, അതായത് ഇനി എക്സോ വൈയോ ഇസഡോ ഏത് പ്ലാറ്റ്ഫോം കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യുക, കണ്ടന്റ് ഡെലിവർ ചെയ്യുക, നല്ലൊരു ടീമിനെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞെടുത്ത് ഏറ്റവും മികച്ച മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, പിള്ളേർക്ക് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒരു സ്റ്റോപ്പ് ആയിട്ട് അവിടെ നിൽക്കായിരുന്നു. ഇതിനെല്ലാം വലിയൊരു ഫണ്ട് വേണം. ഓക്കെ, അപ്പോ ഞാൻ അങ്ങനെ നിന്ന സമയത്താണ് നമ്മുടെ സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പേ ഒരുപാട് കാലം അവരുടെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഞാൻ ബേസിക്കലി ഒരു ബിടെക് സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ അതാണ് എന്ത് ചെയ്തത്, ഈ സിവിലിയൻസുമായിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. മാത്രമല്ല സിവിലിയൻസിന്റെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തത് ഞാനായിരുന്നു. അങ്ങനെ നല്ലൊരു ബന്ധമാണ് ഈ ഒരു സിവിലിയൻസുമായിട്ടുള്ളത്. അപ്പോൾ സിവിലിയൻസിനും നോൺ ടെക്നിക്കൽ ഇതിലേക്ക് എന്ത് ചെയ്യണം, വരണം. അപ്പോ അവരെന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, അത് നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽസ് കൊടുക്കാം, എന്ത് സപ്പോർട്ടിനും സിവിലിയൻസ് ബാക്കിലുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, സിവിലിയൻസുമായിട്ട് ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് ആയിട്ട് മാറിയത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഓണസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പേടി എന്ന് പറഞ്ഞാല്, ഓക്കെ, ഞാൻ പുറത്ത് ഇഷ്ടംപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പിള്ളേരെ എന്താ പറയാ, അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബാച്ചിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും, പിള്ളേരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉൾക്കൊള്ളും, ആ ഒരു ഇതുണ്ടായിരുന്നു. മാത്രമല്ല അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അതിനകത്ത് ഒരുപാട് റിസർച്ച് മെറ്റീരിയൽസ് നമുക്ക് വേണം, നല്ല നോട്ട്സ് കൊടുക്കണം, നല്ല ക്വസ്റ്റ്യൻസ് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ബാച്ചസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിനകത്തൊക്കെ നമ്മൾ ഏതാണ്ട് ഇപ്പൊ തന്നെ ഒരു എന്താ പറയാ, ഒരു 900 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പ്ലസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വലിയ എഫേർട്ടാണത്. മാത്രമല്ല എല്ലാ ദിവസവും നടക്കുന്ന ക്ലാസ്സുകളുടെ നമ്മൾ പ്രിന്റ് റെഡി മെറ്റീരിയൽ ആണ് കൊടുക്കുന്നത്. അതിന്റെ CBT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഈ മേഖലയിൽ തന്നെ ഏറ്റവും പേയ്മെന്റ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഭയങ്കര എക്സ്പെൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് ഇത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിനെക്കാളും ഒരു 200 രൂപ 300 രൂപയൊക്കെ കൂടുതലായിരുന്നു നമ്മുടെ ഒരു ഫീസ് വന്നത്. അപ്പൊ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, മാത്രം ഇത്രയും ഒരു റിസർച്ചും ബാക്കിയെല്ലാം സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന് വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യും വേണ്ടി വരും. ഇപ്പൊ സ്റ്റുഡിയോ ആയിക്കോട്ടെ, പിന്നെ അത് കഴിഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, എല്ലാം ഇച്ചിരി ഒരു അപ്പൊ നമ്മളത് ഓണസ്റ്റ് ആയിട്ട് പറയണല്ല, നിങ്ങൾ അങ്ങനെ കാണാൻ കേട്ടോ. ഓക്കെ, അപ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു കുട്ടി നമ്മളെ വിശ്വസിച്ച്, നമ്മളെ ട്രസ്റ്റ് ചെയ്തു. അന്ന് സത്യത്തില് ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പോ തസ്ലീമ എന്നാണ് കുട്ടിയുടെ പേര് വരുന്നത്. ഞാനത് പറയാം. നമ്മുടെ ഫസ്റ്റ് അഡ്മിഷനാണ് കുട്ടി. എപ്പോഴും ആ പേര് മനസ്സിനകത്ത് കാണും കേട്ടോ. ആ ഒരു പേര് മാത്രമല്ല, നമ്മുടെ എല്ലാ പിള്ളേരുടെ പേര് എൻ്റെ മനസ്സിലുണ്ട്. എപ്പോഴും എനിക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം, അതാണ് എൻ്റെ ആഗ്രഹം വരുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ നമ്മുടെ എല്ലാ ബാച്ചസിലും ഞാൻ ആഴ്ചയിൽ 2 ആഴ്ചയിൽ ഒരു മോട്ടിവേഷൻ സെഷൻ പോവാറുണ്ട്. അപ്പോ അതിനകത്താണെങ്കിൽ എല്ലാ പിള്ളേർക്കും ഞാൻ നമ്പർ കൊടുക്കും. നമ്പർ എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി എടുത്തൊരു നമ്പർ അല്ല, എന്റെ പേഴ്സണൽ നമ്പർ. ഞാൻ എന്റെ കൊച്ചുകാലം തൊട്ടുള്ള, ഞാൻ ഫോൺ എടുത്ത കാലം തൊട്ടുള്ള ആ ഒരു നമ്പർ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എന്തുകൊണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ ഞാൻ അഥവാ ക്ലാസ് എടുക്കുന്ന സമയത്താണ് നിങ്ങൾ തിരിച്ചെടുത്തില്ലെങ്കിൽ പോലും നിങ്ങളെ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാം, എപ്പോഴും നിങ്ങളെ കൂടെയാണ്. ആ ഒരു ട്രസ്റ്റ് എല്ലാ പിള്ളേർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഒക്കെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് ബാച്ച് വന്നു. ഒരുപാട് കുട്ടികൾ നമ്മളിലേക്ക് ജോയിൻ ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കാത്തതിനേക്കാളും പിള്ളേർ നമ്മളിലേക്ക് എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ഭയങ്കര സന്തോഷം. അങ്ങനെ NTPCയുടെ റെയിൽവേയുടെ തന്നെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ബാച്ച്, ഇതൊക്കെ ഈ 2 മാസത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് കേട്ടോ ഈ പറയുന്നത്. ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മുടെ PSCയിലേക്കുള്ള വരവ്. അപ്പൊ ബേസിക്കലി എനിക്ക് റെയിൽവേ എക്സാംസും SSCയും കൂടുതലും
ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് നന്നായിട്ട് കണ്ടന്റ് അറിയാമെങ്കിലും, അതായത് കണ്ടന്റ് അരച്ച് ഇതിന് മുമ്പ് ഞാൻ നിന്ന പ്ലാറ്റ്ഫോം അങ്ങനെയായിരുന്നു. അതായത് ഒരു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഏതാണ്, SSC ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ബെസ്റ്റ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ ബെസ്റ്റ് ആണ്. അതായത് നമ്മൾ മീൻസ് എങ്ങനെയാണ്, വ്യക്തിപരമായിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും എന്റെ അത്ര കണ്ടന്റ് അറിയാന്നുള്ള, അതായത് എന്താണ് എക്സാം, എങ്ങനെ നടക്കുന്നു, അതിന്റെ എക്സാം പാറ്റേൺ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എന്റെ അത്ര അറിയാന്നുള്ള മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, അത് പറയാം. അത്രയും ഞാൻ അറിവ് ആ മേഖലയിൽ ആർജിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ കരിയർ തുടങ്ങിയ കാലം തൊട്ട് തന്നെ എന്താണ് ഒരു PSC ക്ലാസ് എടുക്കുന്ന, അതായത് ഒരു ഫാക്കൽറ്റി. അപ്പൊ നിങ്ങൾ ഒരുപാട് പേർക്ക് എന്നെ അറിയാന്നുള്ളത് ചിലപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ള എല്ലാം എന്തായിരിക്കും, ഒരു PSC ഫാക്കൽറ്റി ആയിരിക്കും, ഒക്കെ PSC ടീച്ചറാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോകുന്നു. അങ്ങനെ നമ്മൾ സെക്രട്ടറി ടെസ്റ്റിന്റെ എന്ത് ചെയ്തു, ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അവിടെ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. കാര്യം റെയിൽവേ നിന്നൊരു മേഖലയിൽ നേരെ എന്ത് ചെയ്യുന്നു, PSCയിലേക്ക് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ പിള്ളേർക്ക് ഒരു ഡൗട്ട് വരും, എഫക്റ്റീവ് ആവുമോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വരും. പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഒരുപാട് പിള്ളേർ നമ്മളിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ജോയിൻ ചെയ്തു. അവരൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, നല്ല ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഏറ്റവും മികച്ച മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് വെറുതെ ഒരു ബ്ലഫ് ചെയ്യുന്നതല്ല. ബ്ലഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് താഴെ നമ്മുടെ പെയ്ഡ് ബാച്ചിലെ സ്റ്റുഡൻസ് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ താഴെ കമന്റ് ഇടാം. അപ്പൊ ഞാനിത് ഇങ്ങനെ നിന്നൊരു സെഷനിൽ പറയുന്നതിന്റെ കോൺഫിഡൻസ് എന്തായിരിക്കും, ഞാൻ അത്രയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനെന്നല്ല, ഞാനെന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ടീം സൂപ്പർ നോട്ട്സ് ഈ കാണുന്ന എല്ലാവരും അതായത് ജോബിൻ സാർ അടക്കം, ജോബിൻ സാറൊക്കെ ഇവിടെ നിന്ന് രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാം എന്താ പറയാ, കുട്ടികൾക്ക് വേണ്ടി എല്ലാം ചെയ്യുകയാണ്. നമ്മളെ ജോബിൻ മാത്രമല്ല, ഹോൾ ടീം പുറകിലിരിക്കുന്ന എല്ലാവരും അത്രയും എഫേർട്ട് കൊടുക്കുന്നുണ്ട്. അഭിനന്ദ് ഇവിടെ നിൽപ്പുണ്ട്, നമ്മുടെ ക്യാമറ കാര്യങ്ങൾ നോക്കുന്നതിന് പുള്ളി എഫേർട്ട് കൊടുക്കുന്നുണ്ട്. 3 എഡിറ്റേഴ്സ് നമുക്ക് അവിടെ അങ്ങനെ ഇരുന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, എഫേർട്ട് കൊടുക്കുന്നത്. എല്ലാവരും ഹോൾ സൂപ്പർ നോട്ട്സ് ടീമാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പുറകിൽ വരുന്നത്. അവരുടെ എഫേർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മള് കേരളത്തില്, ഞാനൊരു എന്താ പറയാ നമ്പർ പറയുന്നില്ല, പക്ഷെ ഒരു പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോംസിന്റെ പേര് പറയുകയാണെങ്കിൽ ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് സൂപ്പർ നോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ടീമിന്റെ എഫേർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കുക, ഏറ്റവും മികച്ച മെറ്റീരിയൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് പിള്ളേരുമായിട്ട് നല്ലൊരു ബന്ധം എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പൊ മറ്റ് പല, അല്ലെങ്കിൽ ഞാൻ മറ്റ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആരായിക്കോട്ടെ, ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എന്ത് ചെയ്യുന്നു, ആ കുട്ടിയായിട്ടുള്ള ബന്ധം അങ്ങ് തീർന്നു. പിന്നെ ചിലപ്പോൾ വിളിച്ചാൽ പോലും എന്ത് ചെയ്യത്തില്ല, ഫോൺ എടുക്കത്തില്ല, റെസ്പോൺസ് ചെയ്യത്തില്ല, ചിലപ്പോ അതോ ബന്ധം തീർത്തു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആക്ച്വലി നമ്മുടെ പിള്ളേരോട്, ഞാൻ എല്ലാവരെയും പിള്ളേരെന്നാണ് പറയുന്നത്. ഇപ്പൊ ജോബിനായാലും ഞാൻ എടാൻ പോകണമെന്ന് വിളിക്കുന്ന വേറൊന്നുമില്ല. ജോബിൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, മാത്രമല്ല അനിയനെ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. വേറെ തോന്നിയെടുത്തിട്ട് എന്താ പറയാ, ഞാനിത് പറയാൻ കാരണം, ഞാൻ നമ്മുടെ ഒരു സെഷനിൽ എന്ന ക്വസ്റ്റ്യന്, അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു, ജോബിനെ നീ കൊണ്ട് തകർക്ക്, അങ്ങനെ ഒരു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, അത് ഇനി എന്തെങ്കിലും അത് തെറ്റാണോ? പക്ഷെ ഇതാണ് കേട്ടോ സംഭവം, എന്റെ സ്റ്റുഡന്റ് ആണ്, അനിയനെ പോലെ. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാല്, അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി നമ്മളിലേക്ക് വന്നാലും അവരെ നല്ലോണം കെയർ ചെയ്യുക, നല്ല മെറ്റീരിയൽസ് കൊടുക്കുക, നല്ല കണ്ടന്റ് കൊടുക്കുക, ഏറ്റവും മികച്ച കാര്യങ്ങളെല്ലാം എന്താണോ ചെയ്യാൻ പറ്റുന്ന അതെല്ലാം ചെയ്തു കൊടുക്കുക. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കും. അത് നമ്മളൊരു ടാഗ്ലൈനാണ്. അതങ്ങനെ തന്നെ എന്ത് ചെയ്യും, അങ്ങറ്റം വരെ പോകണമെന്നാണ് ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ, അപ്പൊ നല്ല മെറ്റീരിയൽ കൊടുക്കുക, നല്ല കണ്ടന്റ് കൊടുക്കുക, നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എപ്പോഴും അവരെ കൂടെ എന്ത് ചെയ്യുക, നിൽക്കാം, ഒരു മെന്ററായിട്ട്, ഒരു ഫ്രണ്ടായിട്ട് എല്ലാം എന്ത് ചെയ്യുക, അങ്ങ് ചെയ്യാം. മാത്രമല്ല നമ്മൾ പിന്നീടാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്. ഇപ്പം എല്ലാവർക്കും നമ്മളിലേക്ക് ചിലപ്പോ ഒരു പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ അവർക്കും ഓരോ എക്സാമിനെ കുറിച്ചും ഒരുപാട് കൺസേൺസ് വരും, ഡൗട്ട്സ് വരും. അപ്പോൾ നമ്മൾ അതിനുശേഷം ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഡൗട്ട് ഉണ്ട് എക്സാമിനെ കുറിച്ച്, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ അതിന്റെ സിലബസ് നിങ്ങൾക്ക് വേണം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും കുറവുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങൾ എവിടെ നിങ്ങൾ പഠിക്കുന്ന ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. അതായത് നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, ഇപ്പൊ എല്ലാം ചെയ്തു തരാൻ പറ്റുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, ഇപ്പൊ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ചുള്ള അറിവായിക്കോട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് ചെയ്തു തരും. ചിലപ്പോൾ ചില ടെക്നിക്കൽ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ ഇച്ചിരി പുറകിലായിരിക്കും, പക്ഷെ നമുക്ക് മെറ്റീരിയൽ ഷോർട്ട് ആയിരിക്കും. അതൊഴിച്ച് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമുക്കിപ്പോൾ ഉണ്ട്. സോ നമ്മൾ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ എപ്പോഴും നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, ഒരു കോൺടാക്റ്റിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു തരിക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു എയിം ആയിട്ട് വരുന്നത്. മാത്രമല്ല
അതൊരു വാശിയാണ് കേട്ടോ. മറ്റാരെക്കാളും നന്നായിട്ട് എന്ത് ചെയ്യുക, കണ്ടന്റ് കൊടുക്കുക. എപ്പോഴും നമ്മളൊരു പിള്ളേരോട് നിൽക്കുന്നത് മികച്ച കണ്ടന്റിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലാതെ പറയുന്ന വാക്കുകളോ ഒന്നുമല്ല. ഒരു കുട്ടി വരുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല സാധനം അത് കൊടുക്കുക. അതാണ് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഒരു ലക്ഷ്യം വരുന്നത്. അവരുടെ റിസൾട്ട് ഉണ്ടാക്കുക, ആ റിസൾട്ടിൽ അഭിമാനം ഉണ്ടാക്കുക. നാലിശയ്ക്ക് ഒരു കുട്ടിക്ക് നമ്മൾ കാരണം, നമ്മുടെ മെറ്റീരിയൽസ് കാരണം ഒരു ജോലി വരുന്നു. അപ്പോ അത് അഭിമാനമുണ്ട്, ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനി ഇപ്പോ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്നത്, അതായത് പെയ്ഡ് ബാച്ചിൽ വരാത്തൊരു കുട്ടിക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അത് ജോബിൻ സാറ് പറയും. എന്തൊക്കെയാണ് നമ്മുടെ ആപ്പിനെ നമ്മൾ കൊടുക്കുന്നത്? മകളാ, നമുക്ക് നമ്മുടെ ഈ അമൽ സാറ് പറഞ്ഞതുപോലെ തന്നെ സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം, നമ്മളൊരു PSC ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കുക. അതായത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട കുട്ടി, അവന് നേരെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരു ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ അവനെയും നമ്മൾ കെയർ ചെയ്യണം, അവനും നമ്മുടെ കൂടെ വേണം. അങ്ങനെ അവനെയും ജോലിയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളാൽ കഴിയുന്നതൊക്കെ, അതിനൊരു എഫോർട്ട് നമ്മുടെ ഒരു നഷ്ടമായിട്ട് കാണാതെ ലാഭമായിട്ട് കാണുക. ആ കുട്ടിയെ കൂടി നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്തിച്ച് അവന്റെ ജീവിതം മാറ്റാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു എഫോർട്ട് ഇട്ടു എന്നുള്ളൊരു കൃതാർത്ഥത നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് ഞാനും കാണുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 5 AM ക്ലബ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് തന്നെ പറയുന്നത്. ഭയങ്കര എഫോർട്ടുള്ള ഒരു സംഭവം. നമ്മൾ വെറുതെ ഒരു ക്ലാസ് രാവിലെ നിങ്ങൾക്ക് വരുന്നു, രാവിലെ ഒരു ക്ലാസ് അത് കിട്ടുന്നു, അതിന്റെ ബാക്കിൽ വലിയൊരു എഫോർട്ട് ഉണ്ട്. അത്രയും സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, രാവിലെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്ന എഫോർട്ട് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ 5 AM ക്ലബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് 5 AM ക്ലബിന്റെ ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന്റെ പ്രത്യേകത, അതിന്റെ SCRT കണ്ടന്റ് ആയിക്കോട്ടെ, NCRT ആയിക്കോട്ടെ, സൈറ്റുകളായിക്കോട്ടെ, ഏത് മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ്, നമ്മൾ പെയ്ഡ് ആപ്പിൽ കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ബെസ്റ്റ് കണ്ടന്റ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് ഇടാം. മറ്റൊരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് ആണ് പോസിറ്റീവ് മൈൻഡ്സ്, #SN പോസിറ്റീവ് മൈൻഡ്സ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും ഒരു ഞായറാഴ്ച നിങ്ങളിലേക്ക് നമ്മൾ എത്തും. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ബാച്ചിലെ എല്ലാ കുട്ടികളെയും നമ്മൾ വിളിക്കുന്നു, എല്ലാ ആഴ്ചയിലും മെന്റർ ചെയ്യും, എല്ലാ ആഴ്ചയിലും നമ്മൾ എല്ലാ കുട്ടികളെയും വിളിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾ നമ്മളോട് കുറെ കാര്യങ്ങൾ കൺസേൺസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ കൺസേൺസ് തീർച്ചയായിട്ടും പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും കൺസേൺസ് ആണ് അല്ലേ. ചിലർ നമ്മളിലേക്ക് പറയുന്നുണ്ട്, ചിലർ ഓപ്പൺ ആയിട്ട് പറയും, ചിലരത് പറയില്ല, പക്ഷെ എല്ലാവരുടെയും കൺസേൺ ആണ്. അപ്പം ആ കൺസേൺസ് എങ്ങനെ പരിഹരിക്കാം, അതിൽ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്ന ആരുടെയെങ്കിലും ഒരു ജീവിതത്തിന് ഒരു വെളിച്ചമാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോസിറ്റീവ് മൈൻഡ്സ് എന്ന് പറഞ്ഞൊരു ആശയം, ആ ഒരാഴ്ച നിങ്ങൾക്ക് പഠിക്കാനുള്ള എനർജി ആ ഒരു പോസിറ്റീവ് മൈൻഡ്സിൽ നിന്ന് കിട്ടും. ആ ഒരു ദിവസം പഠിക്കാനുള്ള എനർജി 5 AM ക്ലബിൽ. തീർച്ചയായും ഇതാണ് നമ്മളുടെ ഒരു അതായത് നമ്മൾ അതിലെ ലക്ഷ്യം എന്താണെന്ന് അറിയാം, നമ്മൾ ഒരു കുട്ടി ഉണരുന്നത് പഠിച്ചുകൊണ്ടായിരുന്നു. അതായത് രാവിലെ എണീക്കണം. ഇപ്പൊ രാവിലെ നിങ്ങൾ 5 മണിക്ക് എണീക്കണം സങ്കല്പിച്ചോ. നിങ്ങൾ 5 തൊട്ട് 5:30 വരെ നമ്മുടെ സെഷൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കാണും. പക്ഷെ 5:30 നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. ആ എനർജിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് കൊണ്ടുപോകുന്നത്. അതിനുശേഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ എനർജി കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. മാത്രമല്ല, അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വൈകുന്നേരം ഇപ്പൊ ഏതൊരു എക്സാം എടുത്താലും SCRT സ്കൂൾ ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലിനകത്ത് നമ്മൾ 7 PM ഒരു സെഷൻ, നമ്മളൊരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് 13-ാം തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു തരും. അതായത് വൈകുന്നേരം 7 മണിക്ക് ഭഗീരഥി മിസ്, വളരെ വർഷങ്ങളുടെ പരിചയമുള്ള, നിങ്ങൾ ആ ക്ലാസ് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നിങ്ങൾ കൂടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ലേ, ഓരോ പോയിന്റുകളെ പറ്റിയിട്ട് പറഞ്ഞു തരുന്ന ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നോട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് അല്ലേ, എത്രയോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്. അതെ, ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചു പോവുകയാണ്. അത്രയും എഫോർട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഭഗീരഥി മിസ്സിന്റെ നേതൃത്വത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പൊ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 5 AM ക്ലബ്ബ് കിട്ടുന്നുണ്ട്, വൈകിട്ടത്തെ ക്ലാസ് കിട്ടുന്നുണ്ട്. അതിലൂടെ സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ സിലബസിലുള്ള ടോപ്പിക്കുകൾ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 7 PM വൈകുന്നേരം 7 PM ക്ലാസ് ടെലഗ്രാമിലാണ് അതൊക്കെ. അപ്പൊ ആരെങ്കിലും ആ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വൈകിട്ട് 7 മണിയാകുമ്പോൾ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അതിന്റെ റെക്കോർഡ് കിട്ടും, അതിന്റെ നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ തന്നെ കിട്ടും, അതിന്റെ പോൾസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെലഗ്രാമിൽ തന്നെ കിട്ടും. അതാണ് മറ്റൊരു കാര്യം. നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് വെച്ചാൽ, ഇപ്പോൾ 10th പ്രിലിംസിന്റെ എക്സാം 28 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 28 മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും പിള്ളേർക്ക് പഠിക്കാനായിട്ട്, ഇപ്പോൾ റാങ്ക് ഫയലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ,
എത്ര വലിപ്പമുണ്ട് ഒരു 3 റാങ്ക് ഫൈനൽ ചേർത്ത് വരാണെങ്കിൽ ഒരു ജന്മം ചെയ്ത എന്തെങ്കിലും ഇത്രയും വായിച്ചു തീരത്തില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ള കണ്ടന്റ്, ഇപ്പൊ ഒരു 50 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 80 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അപ്പൊ അത് ആ ടോപ്പിക്കിന്റെ ഏറ്റവും മികച്ച നോട്ട് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 50 എപ്പോഴും ആവർത്തിക്കുന്ന 50 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരു 10-70 ടോപ്പിക്കുകൾ, അതിന്റെ ഇമ്പോർട്ടന്റ് ആയ നോട്ട്സ്, എപ്പോഴും ചോദിക്കുന്ന നോട്ട്സ് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 10th പ്രിലിംസിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ഏറ്റവും നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. അതിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നമ്മുടെ കഴിവായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല, മറിച്ച് എപ്പോഴും ആവർത്തിക്കുന്ന ടോപ്പിക്സ്, അതിന്റെ നോട്ട്സ്, ഏറ്റവും മികച്ച മെറ്റീരിയൽ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. മാത്രമല്ല ഈ ഡിഗ്രി ലെവലിനെ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്കായിട്ടും അപ്പൊ അവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണം. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സത്യത്തിലെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ പിള്ളേർക്ക് അറിയത്തില്ല എങ്ങനെയാണ് അറിയാം, അതായത് കുറച്ച് പിള്ളേർക്ക് അറിയാം, പക്ഷെ ഒരുപാട് പേർക്ക് അറിയത്തില്ല എങ്ങനെ സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യണം, അടുത്ത് എങ്ങനെ അതിന്റെ ആൻസർ കീ എടുക്കണം, ഏതൊക്കെയാണ് നടന്ന പരീക്ഷയിൽ അവർക്ക് അറിയത്തില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് 2021 മുതൽ 2024 വരെ നടന്ന ഡിഗ്രി ലെവലിന്റെ 39 ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത്രയും എക്സാംസ് ആണ് ആകെ തന്നിട്ടുള്ളത്. ആ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആപ്പിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഓരോ ദിവസമായിട്ട് ഓരോന്നായിട്ട് ഇടാൻ പോവുകയാണ്. അപ്പൊ ആ മെറ്റീരിയൽസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ശേഖരവും നിങ്ങൾക്ക് കിട്ടും. അതറിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും, വരാൻ പോകുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബാച്ചിന് പുറമെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ബാച്ചിലെ കുട്ടികൾക്ക് നമ്മൾ കാശ് മേടിക്കുന്നതാണ്. 1 രൂപ നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ ആ കുട്ടിക്കും ഒരു 10 രൂപയുടെ സാധനം എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അപ്പോ അവർക്ക് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, മെന്റർഷിപ്പ് കൊടുക്കും നന്നായിട്ട്. അത് നമ്മുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എന്തത് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ എന്താണ്, നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോ PSC SSC ആ രണ്ടിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതായത് സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ബാച്ചസ് സെപ്പറേറ്റ് ആയിരിക്കണം, PSCയുടെ ബാച്ചസ് സെപ്പറേറ്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ അതേ കണക്ക് തന്നെയാണ് ഏറ്റവും നല്ല കണ്ടന്റ്സ് കൊടുക്കുക, ആ നല്ലൊരു ടീമിനെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ ഫാക്കൽറ്റി ടീം ആയിക്കോട്ടെ, നമ്മുടെ അക്കാഡമിക് വിങ് ആയിക്കോട്ടെ, എല്ലാം എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. മികച്ച കണ്ടന്റ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അവരെ കുത്തിയിരുത്തി എന്ത് ചെയ്യുക, പഠിപ്പിക്കുക, ജോലി മേടിപ്പിക്കുക, അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക, ആ റിസൾട്ട് അഭിമാനം കണ്ടെത്തുക. ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യ സാധ്യമായതെല്ലാം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തിരിക്കും. അതായത് ഒരു റെവല്യൂഷൻ കൊണ്ടുവരിക, ഒരു മാറ്റം കൊണ്ടുവരിക. ഇപ്പൊ ഈ കാണുന്നത് പ്ലസ് എന്താണ്, നമ്മളിങ്ങനെ ആലോചിക്കണം. നമ്മൾ രണ്ടുതരം ആലോചിക്കുന്നു, നമ്മൾ ടീം ഒത്തിരി ആലോചിക്കും വൈകുന്നേരം ഒരു സമയത്ത്. നമ്മൾ ഇത്രയും സാധനം ചെയ്യുന്നു, ഇത്രയും സാധനം ചെയ്യുന്നു, ഇത്ര സാധനം ഒരു പ്ലസ് എന്ത് ചെയ്യാം, ഒരു ദിവസം ഒരു മാറ്റം നമുക്ക് എന്ത് കൊണ്ടുവരാം. എപ്പോഴും നമ്മൾ ആലോചിക്കും, ഓക്കെ, പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തിരിക്കും. ഇനി അടുത്ത് എന്താ പറയാ, ഓരോ പുതിയ ദിവസം ഓരോ റെവല്യൂഷൻ കൊണ്ടുവരികയാണെങ്കിലും അത് സൂപ്പർ നോട്ട്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കും. നമ്മുടെ ബാച്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് ഓരോ കോഴ്സിനും ഓരോ ബാച്ച് എന്നുള്ളതാണ് നിലവിലത്തെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. എല്ലാ സ്ഥാപനങ്ങളും നിങ്ങളവിടെ പോയി ഇറക്കിയാലും സെക്കൻഡ് ടെസ്റ്റിന്റെ ബാച്ച്, SIT വേറൊരു ബാച്ച്, അങ്ങനെയാണ് ഓരോ പുതിയ നോട്ടിഫിക്കേഷൻ വരും, ഓരോ ബാച്ച്. അങ്ങനെ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ഓരോ ബാച്ചിനും ഓരോ പൈസ വാങ്ങിക്കുമ്പോൾ അവരുടെ എത്രയോ പണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു റെവല്യൂഷന്റെ ഭാഗമായി നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തോട്ടാണ്, അതായത് 7 നോട്ടിഫിക്കേഷനുകളുടെ ഒരു ഫീസ്, ഒരു കോഴ്സ്. തീർച്ചയായിട്ടും അത് ആക്ച്വലി ആ സംഭവം എന്നറിയാം. ഇപ്പൊ നമ്മള് എന്താ പറയാ, വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് തിരിച്ച് ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വരണം. അതായത് അൾട്ടിമേറ്റ്ലി ബിസിനസ് ഒരു വാക്ക് ഉപയോഗിക്കുന്ന തെറ്റാണ്. എഡ്യൂക്കേഷണൽ ബിസിനസ് അല്ല, അതൊരു സർവീസ് ആണ്. പക്ഷെ എന്നാലും ഞാനത് പറയാണ്. ഇതിനകത്ത് എന്ത് വേണം, നമുക്ക് കാശ് വേണം, റൺ ചെയ്യാനുള്ള സാധനം വേണം, ഒബ്വിയസ്ലി പ്രോഫിറ്റ് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിച്ച എന്താണെന്ന് ചോദിച്ചാല്, നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിന്റെ എല്ലാം മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിപ്പോ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, സെക്രട്ടറി ടെസ്റ്റ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം മെയിൻസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു കുട്ടി നമ്മളിലേക്ക് പ്രിലിംസിന് ജോയിൻ ചെയ്താൽ അവർക്ക് മെയിൻസും കൂടെ കൊടുത്താൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതായത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന മെറ്റീരിയലും 100 കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയലും ഒരേ സാധനം തന്നെയാണ്, സത്യസന്ധമായിട്ട് പറയാം. ഓക്കെ, അപ്പോ ഓണസ്റ്റി അതൊരു വലിയ സാധനമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. നമ്മൾ എന്തായാലും ബാച്ച് തുറക്കുന്നുണ്ട്, അപ്പോൾ ഇവർക്ക് അതിനകത്ത് നമുക്ക് അഡീഷൻ കൊടുക്കാൻ പറ്റും. നമുക്ക് അതിനകത്ത് ഒരു നഷ്ടവും നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് അത് ഒരുപാട് ലാഭമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ
ഡിഗ്രി പ്രിലിംസിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സെക്രട്ടറി ടെസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും, ദെൻ സ്പെഷ്യൽ ബ്രാഞ്ച് CET വരും, സബ് ഇൻസ്പെക്ടർ ഓൾറെഡി ഇപ്പൊ PSC പറഞ്ഞിട്ടുണ്ട് വരും നോട്ടിഫിക്കേഷൻ വരും, എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അത് കഴിഞ്ഞ് കാര്യം ലാസ്റ്റ് എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ വന്ന 2019 അതേപോലെ അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ അത് കഴിഞ്ഞ് നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടിഫിക്കേഷൻ വരും, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ഇതിനകത്ത് എല്ലാം വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ആരും കണക്കരുത് 7 നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്, ഒന്നുമല്ല. പക്ഷെ മെജോറിറ്റി നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് PSC ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി അസിസ്റ്റന്റ്, പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ, അപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. ഇതിനകത്ത് മെജോറിറ്റി നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുട്ടി നമ്മളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഇതിന്റെ എല്ലാ മെയിൻസിന്റെ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ അല്ല, നിങ്ങൾ അതിന് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ആ പ്രിലിംസിനകത്ത് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ്ട്രാ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല സെക്രട്ടറി ടെസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് ഇന്റർവ്യൂ അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതിന്റെയും അസിസ്റ്റൻസ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ സബ് ഇൻസ്പെക്ടർ അതിന്റെയും അസിസ്റ്റൻസ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തരും. ഇത് മറ്റൊരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് റെവല്യൂഷൻ നമ്മൾ കൊണ്ടുവന്നത്. ഒരൊറ്റ കോഴ്സ്, അതിന്റെ എല്ലാം മെയിൻസ് മാത്രമല്ല അതിന്റെ ഇന്റർവ്യൂ അസിസ്റ്റൻസ്. ഇത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോമിസ് ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, നിങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് കാശ് കൊടുക്കേണ്ടതുണ്ടോ? അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ തീരുമാനിക്കുക. അതുപോലെയാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CPO ബാച്ച്, CEO ബാച്ച്. അതായത് ഈ ഫോഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിടാൻ പോകുന്ന എഫോർട്ട് എന്ന് പറയുന്നത് ചില്ലറ എഫോർട്ട് അല്ല. തീർച്ചയായും അവരുടെ മനസ്സിലൊരു തീ ഉണ്ടായിട്ടാണ് അവർ വെറുതെ ചുമ്മാണ്ട് CPOയുടെ എക്സാം വന്നു എന്നാൽ പോയി CPO എക്സാം, അങ്ങനെയല്ല. സത്യത്തിൽ അതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഫോഴ്സ് അത്രയും സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അതായത് ഒരു ഫോറസ്റ്റ് ഓഫീസർ ആകുക, അല്ലെങ്കിൽ ഒരു മറ്റേ സിവിൽ എക്സൈസ് ആകുക, അല്ലെ APO ആകുക, ഒരു കാക്കിയാണ്. അത് ഒരു പാഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് കുട്ടികളെ അറിയാം. അപ്പൊ ഇവരുടെയൊക്കെ പ്രശ്നം, APOയ്ക്ക് സ്പെഷ്യൽ OP പഠിക്കണമെങ്കിൽ ഒരിടത്ത് വേണം, CPOയ്ക്ക് വേറെടുത്ത് വേണം. ഇതിന്റെല്ലാം സ്പെഷ്യൽ OP ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ പഠിക്കാൻ പലയിടത്ത് വേണം. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഫോഴ്സ് ബാച്ചിലൂടെ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്, അല്ലേ? അത് ആക്ച്വലി സംഭവം എന്നറിയാം. ഈ ഫോഴ്സിന്റെ കേസ് പറഞ്ഞില്ലേ, ഈ കാക്കിയുടെ കേസ്, ഇത് എനിക്കറിയാം. അതായത് ഇപ്പൊ ജോബിൻ സാർ നോക്കുകയാണെങ്കിൽ പുള്ളി സബ് ഇൻസ്പെക്ടർ റാങ്ക് ഹോൾഡർ ആണ്. പക്ഷെ ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ച ഒരാളാണ്. മെയിൻസ് പാസ്സായി, ഫിസിക്കല് കിട്ടാത്ത ഒരാളാണ്. മാത്രമല്ല തന്നെ CPO ഒക്കെ ആണെങ്കിൽ പണ്ട് അതിന്റെ എല്ലാം ഫിസിക്കല് പോയ ഒരാളാണ്. എന്ന് വെച്ചാൽ എവരെ കൊടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അതൊന്നും പറയാൻ. കാര്യം എന്റെ വീടിന്റെ അടുത്തായിട്ട് 2 ഗ്രൗണ്ട് ഉണ്ട്. ഒന്ന് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട്, ഇവിടെയാണ് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന, അവിടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെയാണ് രാവിലെ എന്ത് ചെയ്യുന്നത്, എല്ലാത്തിന്റെയും ഫിസിക്കലി നടക്കുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ കണ്ടല ഗ്രൗണ്ട് എന്നൊരു സാധനമുണ്ട്. അവിടെ രാവിലെ ഫുള്ള് പിള്ളേരെ ഓടും. പിന്നെ അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിപ്പുറത്തായിട്ട് ഒരുപാട്, ഇപ്പൊ കോഴിനാട് നോക്കുകയാണെങ്കിലോ വെള്ളനാട് നോക്കുകയാണെങ്കിലോ ഇവിടെയൊക്കെ എന്തുണ്ട്, ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നെയ്യാറ്റിങ്ങനെ ഭാഗത്താണെങ്കിലും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഞാനും പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ രാവിലെ പണ്ട് എന്ത് ചെയ്യും, ഒരു 5 മണിക്ക് കഴിച്ച് അങ്ങോട്ട് ഓട്ടം തുടങ്ങും, ഫിസിക്കൽ തുടങ്ങും, ജിം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത്രയും എഫേർട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവര് കൊടുക്കുന്നത്. അപ്പോ മാത്രമല്ല ഈ പിള്ളേരുടെ പ്രത്യേകത എന്താണെന്നറിയാം, ഇവര് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. മക്കളെ ഞാനും ഓണസ്റ്റ് ആയിട്ട് പറയാം, ഞാനും ഒരു എന്താ പറയാ ഒരു അങ്ങനെയൊന്നും അല്ല. ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. എന്റെ അച്ഛനാണെങ്കിൽ ഒരു കൃഷിക്കാരനാണ്. അമ്മ ടീച്ചറാണ്, അംഗൻവാടി ടീച്ചറാണ്. അപ്പോൾ വളരെ ബേസിക്കലി അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജനിച്ചു വളർന്നു വന്നത്. അപ്പം അന്ന് അതേപോലെയാണ് എല്ലാവരും. ഈ പിള്ളേര് മൊത്തം അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഇപ്പൊ CPO നോക്കുകയാണെങ്കിലോ ഫയർമാൻ, ഇവരെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരില്ല. ഇപ്പൊ CPO നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു CPO അപ്ലൈ ചെയ്യുന്നു, ഫയർമാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫയർമാൻ അപ്ലൈ ചെയ്യുന്നു, എക്സൈസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സൈസ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇതിന്റെ എല്ലാം മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഇവർക്ക് കൂടെ അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു നഷ്ടവും നമുക്ക് വരാനില്ല, നമുക്കൊന്നുമില്ല. നമുക്ക് ഓൾറെഡി നമ്മളെ കണ്ടന്റ് നമുക്കുണ്ട്, മെറ്റീരിയൽസ് നമുക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്തു, റെവല്യൂഷൻ നമ്മൾ ചിന്തിച്ചായിരുന്നു. അതായത് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഇതിന്റെ എല്ലാ മെയിൻസിന്റെ ക്ലാസ് എന്ത് ചെയ്യുക, ഇത് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ അങ്ങനെ വരത്തുള്ളൂ. അതായത് ഒരു പ്രിലിംസ് വരുന്നു, ഇപ്പൊ 10th പ്രിലിംസിന്റെ എക്സാം വരും. നമുക്ക് 10th പ്രിലിംസ് നമുക്ക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓണസ്റ്റ് ആയിട്ട് പറയാനുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ട് ഒരു 1.5 മാസം 1 മാസമൊക്കെ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 1 മാസം കൊണ്ട് വേണമെങ്കിൽ ഒരു ക്രാഷ് ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമില്ല, ഓടിച്ചൂടലായി. ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടി ജോയിൻ ചെയ്യുന്ന സങ്കല്പിച്ചു, ഇപ്പൊ നമ്മൾ ചെറിയ ഫീസ് ഇട്ടു, ഒരു 490 ഒരു എമൗണ്ട് ഇട്ടാന്ന് സങ്കല്പിച്ചു. ഒരുപാട് പിള്ളേർ ജോയിൻ ചെയ്യുന്നു, നമുക്ക് അവർക്ക് പ്രോപ്പറായിട്ട് മെന്റർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഞാനിപ്പോ ഒരു ദിവസം 10 ക്ലാസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരാഴ്ച വിളിച്ച് നോക്കിയാടാ പഠിച്ചോ,
ഈ 10 ക്ലാസ് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റും? ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും മെറ്റീരിയൽസ് കൊടുക്കുന്നു, ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു നമുക്കൊരു ഇങ്ങനൊരു കാര്യം ചെയ്യാം. അതായത് നമ്മുടെ ഫുൾ മെറ്റീരിയൽസ് കൊടുക്കാം, ഫുൾ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, റാങ്ക് ഫയൽ സ്കാൻ ചെയ്തിടാം, അത് കഴിഞ്ഞിടത്ത് SCRT സ്കൂൾ ടെക്സ്റ്റ് സ്കാൻ ചെയ്തിടാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ സ്കാൻ ചെയ്തിടാം. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞ് ഞാൻ പറയണം, ഞാൻ തന്ന മെറ്റീരിയലിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഒന്നുമില്ല. നിങ്ങൾക്ക് പറയാം അത് ഉടായിപ്പാണ് അല്ലെ. അപ്പോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തൊരു സത്യസന്ധത വേണം, അതിനകത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. ഇന്നത്തെ പിള്ളേരെന്ന് പറഞ്ഞാലും അവര് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മുമ്പ് ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, അത് അങ്ങനെയല്ല. അവർക്ക് സത്യത്തിൽ അറിയത്തില്ല അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അത് എക്സാമിന് ആദ്യം ഒരു പഠിച്ചു വരുന്ന ആൾക്കാരാണ്. കുറച്ചു കാലം ആകുമ്പോഴേ അവർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ഒരു ട്രസ്റ്റ് ദൻ ഓണസ്റ്റി എന്നതൊക്കെ വലിയൊരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 10th പ്രിലിംസിന്റെ ബാച്ച് നമ്മൾ കൊടുക്കും. ആ സാധനം പടക്ക് സാധനമായിരിക്കണം, റിസൾട്ട് പക്ക ആയിരിക്കണം, അതിനകത്ത് നല്ല മെറ്റീരിയൽ കൊടുക്കണം. ഓക്കെ, അതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തുടങ്ങരുത്. ഓക്കെ, ഇതാണ് അതുകൊണ്ടാണ് നമ്മളൊരു നെക്സ്റ്റ് വർഷം വരാനിരിക്കുന്ന 10th ലെവൽ ലോങ് ടേം ബാച്ച്, ഒരു ജനറൽ PSC ബാച്ച് തന്നെ നമ്മുടെ പ്ലാനിങ്ങിലാണ്. 22-ാം തീയതി ബാച്ച് ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ആ കാര്യം കൂടി, അതായത് നമ്മൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലോങ് ടൈം ആണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നതല്ല, ഒരു നീണ്ട നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ബേസ് തൊട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുക ഒരു ലക്ഷ്യത്തോടെയാണ് ഒരു ജനറൽ PSC ബാച്ച് നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം. വേറൊരു കാര്യം, അതായത് ഈ പേരെങ്ങനെ വന്നു സൂപ്പർ നോട്ട്സ്? ഓക്കെ, ഞാൻ ഇതൊരാരും പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ഇത് തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിലത് ഒരുപാട് അത് ഭയങ്കര ചടങ്ങായിരുന്നു. ഞാൻ എന്ത് പേരിടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഉണ്ട് നമ്മള് പിള്ളേർക്ക് നല്ല മെറ്റീരിയൽസ്, നല്ല നോട്ട്സ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു SCRT സ്കൂൾ ടെക്സ്റ്റ് സ്കാൻ ചെയ്ത് കൊടുക്കണം, എല്ലാവർക്കും സ്കാൻ ചെയ്ത് കൊടുക്കാം, വലിയ പാടില്ല. അത് കഴിഞ്ഞ് പാടുണ്ട്, ഡൗൺലോഡ് ചെയ്യുന്നതിന് പാടുണ്ടില്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ആപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഉദ്ദേശം എന്താണെന്നറിയാം, ഈ പുതിയ പിള്ളേർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ അത് മാനേജ് ചെയ്യണം അറിയത്തില്ല. അപ്പോൾ അത് ഒരു എഫേർട്ട് ഉണ്ട് അതിന്റെ പുറകിൽ. അപ്പോൾ അവർക്ക് നല്ല മെറ്റീരിയൽ എന്ത് ചെയ്യാം, നല്ല കൊടുക്കുക. മാത്രമല്ല ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇന്ന് പല പബ്ലിഷേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യണം, വലിയൊരു എമൗണ്ടിന് സെയിൽ ചെയ്യണം. പക്ഷെ നമ്മൾ ഇപ്പൊ ഡിഗ്രി ലെവലിൽ നോക്കുകയാണെങ്കിൽ 39 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോന്ന് കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു എഫേർട്ട് ഉണ്ട്. ഇപ്പൊ ജോബിൻ സാറാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് വലിയൊരു എഫേർട്ടാണ് കേട്ടോ, വലിയൊരു എഫേർട്ടാണ്. പുള്ളി എന്ത് ചെയ്തു, അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി തന്നു. അതൊരു വലിയ എഫേർട്ടാണ്. അപ്പൊ അതേപോലെ നമുക്ക് ഏറ്റവും നല്ല നോട്ട്സ് മെറ്റീരിയൽസ് എല്ലാം കൊടുക്കാൻ വേണം. ആക്ച്വലി അത് ഇപ്പോഴും നമ്മൾ പൂർത്തിയായെന്ന് പറയുന്നില്ല കേട്ടോ, ഇപ്പോഴും അത് കംപ്ലീറ്റഡ് അല്ല. ആക്ച്വലി നമ്മളിപ്പോ അത് ഡെവലപ്പിംഗ് ആണ്, ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ റിസർച്ച് ടീമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊത്തം നിങ്ങൾക്ക് കാണാം. അവര് ചോറുണ്ണാൻ പോയിരിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ അവര് കണ്ടിന്യൂസ്ലി അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം വളരെ വെരി സൂൺ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും മികച്ച ഒരു മെറ്റീരിയൽസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങൾക്ക് അത് തന്നിരിക്കും. അപ്പൊ ചില മാക്സിമം മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ചിലതാണെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് തരാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ തരുന്ന മെറ്റീരിയൽസ്, നോട്ട്സ് ഒക്കെ എന്തായിരിക്കും, ഏറ്റവും മികച്ചതായിരിക്കും, സൂപ്പർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരൊക്കെ എന്ത് ചെയ്യാൻ ഇടാൻ കാരണം. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെത്തും. നിങ്ങളുടെ സപ്പോർട്ട് അതൊരൊറ്റ സാധനം മാത്രം മതി. അത് നിങ്ങളെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഏറ്റവും നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഏറ്റവും നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കും, നിങ്ങൾ നമ്മളെ കൂടെ നിന്നിരിക്കും. അത് നമ്മുടെ വിശ്വാസമാണ്. അത് നിങ്ങളും എന്ത് ചെയ്യും, അത് ചെയ്തിരിക്കും. സോ സപ്പോർട്ടിങ് അസ്, കീപ് സപ്പോർട്ടിങ്. എല്ലാം എന്താ പറയുക, നമ്മൾക്ക് ഒന്നും പറയാനില്ല. ഇത്രയാണ് നമ്മുടെ ഇതുവരെയുള്ള ഒരു ജേണി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ വരുന്ന അങ്ങോട്ട് ഒരുപാട് റെവല്യൂഷൻസ്, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സാധനങ്ങൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോലി, നിങ്ങളെ ജോലി അത് നമ്മൾ തന്നിരിക്കും. നമ്മളെ ബാച്ചിൽ നമ്മൾ തന്നിരിക്കും, എല്ലാ മെറ്റീരിയൽസും നമ്മൾ തന്നിരിക്കും, എല്ലാ സപ്പോർട്ടും കൂടെ കാണും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എല്ലാം കൂടെ കാണുക. Thank you all. Thank you.